ഞാൻ മുന്നോക്കി എനിക്ക് കയ്യിൽ നിന്ന് എത്ര ഞാൻ അടുത്തുണ്ട് കൈസ് അടിപൊളിയാണ്. നമുക്ക് എന്താന്നിട്ട് എന്റെ സെലക്ഷൻ വളരെ ബോറായിരുന്നു പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് കുട്ടി Hey guys, it's me മുഹമ്മദ് ഹഷീർ. അപ്പോൾ ഗൈസ് ഇന്ന് വാലന്റൈൻസ് ആയതിനെ കൊണ്ട് തന്നെ ഞാൻ പൊന്നുമ്മക്കൊരു ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച്. ഫ്ലവർ വെച്ചാൽ ഒരു റെഡ് ഫ്ലവർ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ മോനിപ്പോൾ ഫസ്റ്റ് കൊടുക്കാം, എന്നിട്ടും പൊന്നുമ്മനെ അറിയിക്കല്ലേ ഗൈസ്. ആയതിനെ കൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേ ആയതിനെ കൊണ്ട് തന്നെ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഗൈസ് പൊന്നുമ്മൻ്റെ വിവരങ്ങൾ എന്താണെന്ന് എനിക്ക് ഇന്നറിയണം. ഇന്ന് അറിയണം. നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കല്ലേ. അപ്പോൾ ഈ സാധനത്തിനോട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല. രണ്ട് സർപ്രൈസ് ഒരുക്കിയിട്ട് പാളിപ്പോയ ഒരാളാണ് ഗൈസ് ഞാൻ. അപ്പൊ ഞാൻ പൊന്നുമ്മനെ ചോദിക്കാൻ പോയാണ്. അപ്പൊ നിങ്ങളെ അപ്പൊ എന്റെ വാലന്റൈൻസ് ഡേ എന്നുള്ള സംഭവം ഒന്നും എനിക്ക് തോന്നുന്നു വെഡിങ്ങിന്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കുറെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇത് കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, നാട്ടിലില്ലായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇത് തിന്നുകയും ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത് അപ്പൊ നാട്ടിലില്ലേനും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ മോനിപ്പക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 2 ജോഡി ഷൂ വാങ്ങി ഗൈസ്. 2 ജോഡി ഷൂ വാങ്ങി. അപ്പൊ ഷൂ വാങ്ങിയിട്ട് ഞാൻ നല്ല സർപ്രൈസ് ഒക്കെ ആയി വെച്ച്, ആള് ഒരു കൊല്ലാകുമ്പോഴേക്ക് വരുമല്ലോ, അപ്പൊ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ആള് പിന്നെ വന്നത് ഗൈസ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗൾഫിൽ നിന്ന് വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. പക്ഷെ അപ്പൊ ഗൈസ് എന്റെ മോനിപ്പക്കില്ലേ ഷൂ ഇഷ്ടായില്ല. എന്റെ സെലക്ഷൻ വളരെ ബോറായിരുന്നു പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് കുട്ടി എന്ത് ചെയ്യാനാടാ, നീ ആണെങ്കിൽ തച്ചെങ്കിലും ഞാൻ ഇടിപ്പിക്കാനും. കാരണം ഞാൻ 1 കൊല്ലം വാങ്ങിച്ച് സൂക്ഷിച്ച സാധനമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അത് വേറെ കുറെ ആൾക്കാർക്ക് കൊടുത്ത് ഒഴിവാക്കി. അങ്ങനെയാണ് 1 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ അടിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, 2-3 കൊല്ലത്തെ പിന്നെ അതൊന്നും വേണ്ട. നിങ്ങളല്ലോ പറഞ്ഞ 1 കൊല്ലം 2 കൊല്ലം 1 കൊല്ലം കഴിഞ്ഞിട്ട് കൊല്ലത്തിന് ജസ്റ്റ് ആട്ടും ഇങ്ങോട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്തു വിചാരിച്ചാല്, പിന്നെ ഞാനൊരു 2-3 കൊല്ലത്തെ എനിക്ക് ആ പൂതിയായിട്ട് മാറി. ഈ സംഭവം ഒന്നും വേണ്ട വിചാരിച്ച്. അങ്ങനെ ഞാൻ വീണ്ടും ഒരാഗ്രഹം വീണ്ടും വന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഞമ്മക്കൊരു പൂതിയാണല്ലോ. അപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരു ഷർട്ട് വാങ്ങി. അങ്ങനെ ഷർട്ടൊക്കെ വാങ്ങി ഞാൻ മോനിപ്പനെ വിളിച്ചു പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ ചോദിച്ചു. അപ്പൊ മോനിപ്പ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ ഈ ഗസ് എന്തായിരിക്കും മോനിപ്പ പറഞ്ഞിട്ടുണ്ടാവുക? അറിയാന്ന് പറഞ്ഞോ. നിനക്ക് തെറ്റിയിട്ടാ. മോനിപ്പ പറഞ്ഞതെന്ന് പറഞ്ഞ എന്താ, സാധാ ഒരു ദിവസം പോലെ തന്നെ ആണല്ലോ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു, ആ പണിത്തിരക്കിലൊക്കെ അല്ലേ, അപ്പൊ അറിയത്തില്ലായിരിക്കും. അപ്പൊ ഞമ്മള് വാങ്ങിച്ചൊക്കെ ഏതായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നു. അപ്പൊ നമ്മൾ 2 കൊല്ലം മുമ്പ് ഇവിടെ വന്നീനി. അപ്പൊ ആ ഒരു ടൈമിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാലോ. ആ ഒരു ഇതായിരുന്നു എനിക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു, അതൊന്നും ഞമ്മളാഘോഷിക്കൂല. പിടിക്കണോ? അപ്പൊ അതൊന്നും ഞമ്മളാഘോഷിക്കൂല, അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മക്കില്ല, അങ്ങനെ എങ്ങനെ ഡയലോഗ്. സംഭവം അറിയായിട്ടുള്ള ഡയലോഗാണ്, എന്നാലും സമ്മതിച്ചു തരാൻ പറ്റൂലല്ലോ ആ ഒരു ഡയലോഗ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ആ ഷർട്ട് ഞാൻ എടുത്തു ഗൈസ്. ഞാൻ അതിട്ടിട്ട് ഞമ്മളങ്ങ് മറ്റേ പരിപാടിക്ക് പോയില്ലേനോ, ഞാനിട്ടു ഗൈസ്. ആ ഷർട്ടും ഞാനൊരു അടിപൊളി പാൻറ്റും എടുത്തിട്ട് ഞാനായിട്ട് ഉപയോഗിച്ചു. ഞാൻ ഈ സാധനം വാങ്ങിയോ പറഞ്ഞില്ല, ഞാനിട്ട് കൊടുക്കുകയും ചെയ്തില്ല. അല്ല പിന്നെ അങ്ങനല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ മാത്രല്ലല്ലോ, സ്വന്തം ഭർത്താവിന് വാങ്ങിയത് സ്വന്തം ഇമ്മട്ട് ഭാര്യ ഉമ്മേന്ന് പറയാം. ഇമ്മട്ട് എടുത്ത്
ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ? പാടുണ്ടോ ചോദിച്ചാൽ നമ്മളൊരു സാധനം വാങ്ങിയ ഏതായാലും മൂപ്പർക്ക് അറിയില്ല, സപ്പോർട്ട് ചെയ്യില്ലെങ്കിലും അതിനെ കുറ്റം പറയരുത്. അപ്പൊ ഞാനത് വാങ്ങിയ കാര്യം മണ്ടിയില്ല, നമ്മളൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ചോദിച്ചതാണ് തന്നിട്ട് ആ ദേഷ്യത്തിന് കഴിച്ച് ഞാൻ അതെടുത്തു. അതായിരുന്നു എന്റെ വാലന്റൈൻസ് ഡേ. അല്ലട്ടോ വെറുതെ തമാശ പറയാൻ. ഇതേ തമാശല്ല പറഞ്ഞത്, ഇതൊക്കെ കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ആഷി പറയും? ഇന്നത്തെ വാലൻസ് ഡേ പറഞ്ഞാല് എന്നെങ്കിലും എനിക്ക് ലീവ് തരണ്ട. ഇന്ന് പഠിക്കാനുള്ള ഒരു ലീവ് ആണ് അവന് കൊടുത്ത്. അതാണ് മെയിൻ അല്ല, പഠിക്കാതിരിക്കാനുള്ള ഒരു ലീവ് കൊടുത്തു. കാരണം എപ്പോഴും നമ്മള് പഠിപ്പിക്കലാണ്. അപ്പൊ എന്നൊരു ലീവ് കൊടുത്തില്ലായിരുന്നു കണ്ടി, ഇന്നാണ് ഞങ്ങൾ ആ ലീവ് കൊടുത്തത്. പിന്നെ ഇന്ന് ഞാൻ മോനിപ്പൊക്കെ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്? സമൂസ. ആ സമൂസ കൊണ്ടുപോയി പോയതാണ്. അപ്പണ്ട് അവിടുത്തെ പീഡിയക്കാര് വാങ്ങി, പീഡിയക്കാർക്ക് ഒന്ന് കൊടുത്ത്, പിന്നെ ഓനിപ്പോ ഒന്ന് തന്ന്. ഞാൻ ഓൽക്കൊന്ന് കൊടുത്താണോ? ഹോട്ടൽ പിടിക്ക. ഞാൻ ഈ സാധനം വാങ്ങാൻ പോയില്ലല്ലോ. അതിനെന്താ കൊടുക്കണ്ടേ നമ്മള്? ഒരു സമൂസ കൊടുത്ത്, രണ്ടും കൂടി ഞാൻ കൊടുത്തൂടെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഞാൻ വിചാരിച്ചു കൊടുക്കണ്ട പറഞ്ഞു, കൊടുത്തൂടെന്ന് പറഞ്ഞത്. ഗുഡ് ബൈ. അപ്പോ അതേപോലെ ഞാൻ ഇന്ന് മോനിപ്പോ സ്പെഷ്യൽ സമൂസ ഉണ്ടാക്കി, ഒന്ന് കൊടുത്ത്, പിന്നെ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, പിന്നെ നല്ല ബ്രിഞ്ചലിന്റെ എന്താണ് ഉണ്ടാക്കിയത്? ബ്രിഞ്ചലിന്റെ കറിയാണോ? മലയാളത്തിൽ തന്നെ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ നല്ല വൈതന ഉപ്പേരിയും ചിക്കന് കോഴി കറിയും. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ മോൻ കാരണം ഞാൻ സർപ്രൈസ് ആയി ഗൈസ്. എന്റെ മോന് റോസാപ്പൂ തന്നു. മുട്ടായി എടുക്കുക. എനിക്ക് കയ്യിൽ നിന്ന് എടുത്ത ഞാൻ എടുത്തുണ്ട് കൈസ്, അടിപൊളിയാണ്. നമുക്ക് എന്താണ് അടിപൊളിയാണ്. ഇഷ്ടായി. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വിവരം മതി. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കാന്ന് കേട്ടില്ലേ. കിട്ടില്ല റോസാപ്പൂവാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അവന് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ടിഷ്യൂ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് മടക്കണം. എന്നിട്ട് നമുക്കൊരു ഏതെങ്കിലും റൗണ്ട് ഷേപ്പുള്ള ഗ്ലാസ് എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ഈ ഒരു റെഡ് കളർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. റൗണ്ട് ഷേപ്പായിട്ട് കിട്ടിയാണ്. നമുക്ക് ഇപ്പുറത്തും വെച്ചെടുക്കണം. അപ്പം നമ്മൾ ഇപ്പുറത്തും വെച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി കട്ട് ചെയ്ത് കൊടുക്കണം. തെറ്റിയാ പണി വേണം കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ് ആക്കാൻ പോകുന്നത്. നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇനി ഇതെടുത്തിട്ട് കുറച്ച് കളറൊക്കെ വേണം. ഇനി നമുക്ക് അതിൽ തൊമ്പ് ഭാഗം നമുക്ക് കുറച്ച് മുക്കി കൊടുക്കാം. എല്ലാം കൂടെ വലിഞ്ഞ് കയറുന്ന വയസ്സ്. നല്ലൊരു അടിപൊളി സാധനല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയാണ് സാധനം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോവാം.
ഞാൻ തുറന്നാണ്. ഓ ഗൈസ്, നല്ല ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലവറിന്റെ മണമുണ്ട്. മറ്റേ കളറിന്റെ മണല്ലേ. നല്ല